ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നല്ലൊരു പാൽപ്പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് അരി, പാലും പഞ്ചസാര, ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ നമ്മൾ കാഷ്യൂസൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇടാതിരിക്കുകയൊക്കെ ചെയ്യാം. കാഷ്യൂസോ അല്ലെങ്കിൽ തേങ്ങ വറുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. പക്ഷേ എന്താണെങ്കിലും വളരെ ടേസ്റ്റിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ പാൽപ്പായസം തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ. ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പാൽപ്പായസം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് എങ്ങനെ വളരെ സ്വാദിഷ്ടമായ പാൽപ്പായസം തയ്യാറാക്കാം എന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ പാൽപ്പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുത്തരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു 1.5 കപ്പ് കുത്തരിയുണ്ട്. അത് ഞാൻ കഴുകി നല്ലതുപോലെ കഴുകിയിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമുള്ള രീതിയിൽ വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട്. എങ്ങാനും വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇത്തിരി വട്ടമുള്ള പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു ചരുവത്തിലേക്ക് ഞാൻ പകർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 400 ഗ്രാമിൻ്റെ മിഠായി മേറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം നമുക്ക് മതി. അപ്പോൾ ഞാൻ മിഠായി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മധുരം ഉണ്ടായിരുന്നു. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ ഒരു മിഠായി മേറ്റാണ് എടുത്തത്. നല്ല മധുരം ഉണ്ടായിരുന്നു. എങ്ങാനും മധുരം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം മധുരം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഇത്രയും മിഠായി മേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ആ സമയം നമുക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ ബദാമും കിസ്മസും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ നറുനെയ്യ് 2 സ്പൂൺ ഇതിലേക്ക് ഒരു തവയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് കാഷ്യൂസും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇതിലിപ്പോൾ കാഷ്യൂസും ബദാമും റൈസിൻസും ഒക്കെ ശരിക്കും വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നറുനെയ്യൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാതെ ഇരിക്കരുത്. നല്ലൊരു അടിപൊളി പായസമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാൽ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.